ചെങ്കിസ് ഖാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടിരിക്കുന്ന നല്ലതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്ന് സ്ഥാപിച്ച പോരാളിയാണ് ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത്. മംഗോൾ സാമ്രാജ്യം എന്ന സാമ്രാജ്യം സ്ഥാപിച്ച് ലോകം മുഴുവൻ തൻ്റെ പ്രശസ്തി പടർത്തിയ വ്യക്തിയാണ് ഈ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ഫൗണ്ടിങ് ഫാദർ ഓഫ് മംഗോളിയ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. എന്നാൽ മംഗോളിയയെക്കുറിച്ച് മറ്റൊരു വർത്തമാനം കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ശൂന്യമായ രാജ്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ന് മംഗോളിയ എന്ന് പറയുന്നത്. 1.6 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള രാജ്യമാണ് മംഗോളിയ. എന്നാൽ മംഗോളിയയിലെ ആകെപ്പാടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 30 ലക്ഷം പേർ മാത്രമാണ്. ഈ 30 ലക്ഷം പേരെന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 2 മനുഷ്യർ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലവുമാണ് ഈ മംഗോളിയ എന്ന് പറയുന്നത്. മംഗോളിയയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മംഗോളിയൻ ജനസംഖ്യയുടെ 30% മുതൽ 40% വരെയുള്ള ജനങ്ങൾ നാടോടികളായിട്ടുള്ള ആട്ടിടയന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മറ്റ് പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ വളർത്തു മൃഗങ്ങൾ ആ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യ 30 ലക്ഷമാണെങ്കിൽ അവിടെയുള്ള വളർത്തു മൃഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 670 ലക്ഷമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ വളർത്തു മൃഗങ്ങളും തമ്മിൽ ഒരേറ്റുമുട്ടലുണ്ടായാൽ ജനങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ഒരു കാലത്ത് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന, ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്ന മംഗോളിയയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ശൂന്യമായ ഒരു രാജ്യം, ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം, ജനങ്ങളെക്കാൾ കൂടുതൽ മൃഗങ്ങൾ അധിവസിക്കുന്ന രാജ്യം എന്നൊരവസ്ഥയിലേക്ക് ഈ രാജ്യം മാറിക്കഴിഞ്ഞു. വലിയ പടയോട്ടങ്ങളൊക്കെ നടത്തി വലിയ സാമ്രാജ്യങ്ങളൊക്കെ സൃഷ്ടിച്ച ചെങ്കിസ് ഖാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഭാവിയിൽ തൻ്റെ രാജ്യം, തൻ്റെ സാമ്രാജ്യം ഇങ്ങനെയായി മാറുമെന്ന്. ഇന്നും സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുവാനും അധികാരങ്ങൾ സ്ഥാപിക്കുവാനുമായിട്ട് നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലും ലോകം മുഴുവൻ പല തരത്തിലുള്ള മത്സരങ്ങളും കപട പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഏത് പോരാട്ടങ്ങൾക്കൊടുവിലും ഏത് സാമ്രാജ്യ സംസ്ഥാപനത്തിനൊടുവിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മംഗോളിയയ്ക്ക് സംഭവിച്ചത്. ഇനിയുള്ള ആൾക്കാരെങ്കിലും മംഗോളിയയെയും ചെങ്കിസ് ഖാനെയും ഒക്കെ കണ്ട് മനസ്സിലാക്കി പെരുമാറിയാൽ നാളെയുടെ ഭൂമിക്ക്, നമ്മുടെ മനുഷ്യരുടെ ഭാവിക്ക് അത് നല്ലതായിരിക്കും.